ലേണേഴ്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. പ്രിയപ്പെട്ട കുട്ടികളെ, 6ാം ക്ലാസ്സിലെ കഴിഞ്ഞ വർഷം നടന്ന ഓണപ്പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറും ആൻസറുമാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ആദ്യം കുറച്ച് നിർദ്ദേശങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് വായിക്കാം. ഒന്നാമത്തെ നിർദ്ദേശം, 15 മിനിറ്റ് का കൂൾ ഓഫ് ടൈം പ്രശ്നപത്ര വാചൻ के लिए है. എന്താണ്? 15 മിനിറ്റ് നിങ്ങൾക്ക് കൂൾ ഓഫ് ടൈം ഉണ്ട്. ആ 15 മിനിറ്റ് നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻസും വായിച്ച് നോക്കേണ്ടതാണ്. ഇനി രണ്ടാമത്തെ എന്താണ്? ഗതിവിധി ഏക് കാ ഉത്തർ ലിഖന അനിവാര്യ ഹേ. നമുക്ക് ഓരോ ഗതിവിധികളാണ്. ഗതിവിധി എന്ന് പറഞ്ഞാൽ ആക്ടിവിറ്റീസ്, പ്രവർത്തനങ്ങളാണ്. അതിൽ ഒന്നാമത്തെ ആക്ടിവിറ്റി നിർബന്ധമായിട്ടും ഉത്തരം എഴുതിയിരിക്കണം. ഇനി മൂന്നാമത്തത്, 2 മുതൽ 6 तक की ഗതിവിധിയോ में से किन्हीं 4 के उत्तर लिखें. ഇനി 2 മുതൽ 6 വരെയുള്ള ആക്ടിവിറ്റിയിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി. അപ്പോൾ ടോട്ടൽ നമ്മൾ 5 ആക്ടിവിറ്റിക്ക് ആൻസർ ചെയ്യണം. നിങ്ങൾക്ക് മാർക്ക് 25-ലായിരിക്കും എക്സാം. സമയം 2 മണിക്കൂർ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോയാലോ. ഫസ്റ്റത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കുമായി ബന്ധപ്പെട്ടതൊന്നും ആയിരിക്കില്ല. ഏതെങ്കിലും ഒരു ഭാഗത്തിൻ്റെ ഒരു സ്റ്റോറിയോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്കൊരു പാസേജ് തരും. എന്നിട്ട് ആ പാസേജിൽ നിന്ന് അകത്ത് നിന്നായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ നല്ല കുട്ടികളായിട്ട് പാസേജ് നന്നായിട്ട് വായിക്കണം കേട്ടോ. അപ്പോൾ നമുക്കിവിടെ സൂചന എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഖണ്ഡ് പടേ ഔർ പ്രശ്നോം കെ ഉത്തർ ലിഖേ. ഖണ്ഡ് പടേ പറഞ്ഞാൽ തന്നിട്ടുള്ള ഖണ്ഡിക, അതായത് പാസേജ് വായിച്ച് താഴെ തന്നിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. അപ്പോൾ പാസേജ് വായിക്കാം. ഏക് താലാബ് കെ കിനാരെ ഏക് പീപ്പൽ കാ പേട് താ. ഒരു കുളത്തിൻ്റെ കരയിൽ ഒരു പീപ്പൽ കാ പേട് താ, ഒരു ആൽമരം ഉണ്ടായിരുന്നു. താലാബ് എന്ന് പറഞ്ഞാൽ കുളം, പീപ്പൽ എന്ന് പറഞ്ഞാൽ ആൽമരം. ഇനി ഉസ് പേട് പർ ബഹുത് സാരെ ബന്ദർ രഹത്തെ थे. ആ മരത്തിൽ ഒരുപാട് ബന്ദർ രഹത്തെ ഹേ, കുരങ്ങന്മാർ താമസിച്ചിരുന്നു. ഏക് രാത്, ഒരു രാത്രി, ആസുമാൻ മേ ചാന്ദ് നിഖലാ ഹുവാ താ. ഒരു ദിവസം ആകാശത്ത് ചന്ദ്രൻ വന്നു. ചാന്ദ് എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ, ആസ്മാൻ എന്ന് പറഞ്ഞാൽ ആകാശം. ഉസ്കി ഛായ പാനി മേ ചമക് രഹി തി. അപ്പോൾ ആകാശത്തുള്ള ചന്ദ്രൻ്റെ ആ നിഴൽ വെള്ളത്തിൽ തിളങ്ങി. ഛായ എന്ന് പറഞ്ഞാൽ നിഴൽ, ചമക് രഹീതി എന്ന് പറഞ്ഞാൽ തിളങ്ങി, വെള്ളത്തിൽ തിളങ്ങാൻ തുടങ്ങി. ഏക് ബന്ദറിനെ കഹ, അപ്പോൾ ഒരു കുരങ്ങൻ പറഞ്ഞു, ചാന്ദ് പാനീമേ ഗിർ ഗയ. ചന്ദ്രൻ വെള്ളത്തിലേക്ക് വീണു. കുരങ്ങൻ എന്ത് പറഞ്ഞു? ചാന്ദ് പാനീമേ ഗിർ ഗയ, ചന്ദ്രൻ വെള്ളത്തിൽ വീണു. അപ്പോൾ നമുക്ക് ഇനി ക്വസ്റ്റ്യൻ വായിക്കാം. അപ്പോൾ പാസേജ് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, താലാബ് കെ കിനാരെ കോൺസാ പേട് താ. കുളത്തിൻ്റെ കരയിൽ എന്തു മരമാണുള്ളത്? നമ്മൾ ഓപ്ഷൻസ് വായിക്കാം. ആം കാ പേട്, ആം കാ പേട് എന്ന് പറഞ്ഞാൽ മാവ്. കട്ഹൽ കാ പേട് എന്ന് പറഞ്ഞാൽ പ്ലാവ്. പീപ്പൽ കാ പേട് അരയാൽ, ആൽമരം. താട് കാ പേട്. അപ്പോൾ ഇതിലേതാണ് മക്കളെ ആൻസർ? നമ്മൾ ആദ്യം പാസേജിൽ ഇവിടെ പീപ്പൽ ഞാൻ അടിയിൽ വരച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ എന്ത് മരമായിരുന്നു? പീപ്പൽ കാ പേട്. അപ്പോൾ പീപ്പൽ കാ പേടാണ് ഉത്തരം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വായിക്കാം. പേട് പർ കോൻ രഹിതാതാ. ഈ മരത്തിൻ്റെ മുകളിൽ ആരാണ് താമസിച്ചിരുന്നത്? കുരങ്ങനല്ലേ? കുരങ്ങൻ എന്താ പറയുക? ബന്ദർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ചാന്ദ് കഹാം നിക്കലാ ഹുവാ. ചന്ദ്രൻ എവിടെയാണ് വന്നത്? ആൻസർ എന്താണ്? ആസ്മാൻ മേം. ചന്ദ്രൻ എവിടെ വന്നത്? ആകാശത്തിൽ. അടുത്ത ക്വസ്റ്റ്യൻ, കിസ്കി ഛായ പാനി മേ ചമക് രഹി. ആരുടെ നിഴലാണ് വെള്ളത്തിൽ തിളങ്ങിയത്? ആൻസർ ചാന്ദ് കി. അടുത്ത ക്വസ്റ്റ്യൻ, ബന്ദറിനെ ക്യാ കഹ. കുരങ്ങൻ എന്താ പറഞ്ഞേ? കുരങ്ങൻ പറഞ്ഞു, ചാന്ദ് പാനി മേ ഗിർ ഗയ. അപ്പം ഞാനിവിടെ ഓരോ ഇതിൻ്റെ ഉത്തരങ്ങൾ ഇവിടെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒന്നാമത്തെ ഉത്തരം പീപ്പൽ, പിന്നെ കുരങ്ങൻ, ബന്ദർ എന്നുള്ളതിൻ്റെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ചാന്ദ്, അതുപോലെ ആസുമാൻ, ചാന്ദ് പാനിമേ ഗിർ ഗയ. അപ്പോൾ ഇതൊക്കെയാണ് അവിടെ ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ ആക്ടിവിറ്റി എങ്ങനെയുണ്ട്? ഈസി അല്ലേ? എല്ലാവർക്കും ഫസ്റ്റത്തെ ആക്ടിവിറ്റിക്ക് 5 മാർക്ക് കിട്ടിയോ? ഓക്കെ, അപ്പം നമ്മൾ നല്ലോണം ശ്രദ്ധിച്ച് ഉത്തരം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും കേട്ടോ. ഇനി നമുക്ക് അടുത്ത ഗതിവിധി നോക്കാം. ഗതിവിധി എന്ന് പറഞ്ഞാൽ ആക്ടിവിറ്റി. സെക്കൻഡ് ആക്ടിവിറ്റി നോക്കാം. കവിതാംശ് പടേ ഔർ പ്രശ്നോം കെ ഉത്തർ ലിഖേ.
ഇവിടെ ഒരു ബോക്സിൽ ഒരു കവിത തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് പഠിക്കാനുള്ളൊരു കവിതയാണ്. ദേശ് ഹമാര ദേശ് ഹമാര ചംകെ ജൈസെ ജഗ്മഗ് താര, ദേശ് ഹമാര സത്യ അഹിംസ ഖാരക്വാര, ദേശ് ഹമാര ബലിദാനോം നെ ഉസേ സംവാര, ദേശ് ഹമാര ഹമേ ഹെ അപ്പനി ജാൻ സെ പ്യാര. ഈ കവിത നിങ്ങൾക്ക് പഠിക്കാനുള്ളതല്ലേ. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. കവിതാംശ് സെ കോയി ഏക്ക് തുക്കാന്ത് ശബ്ദ ചുൻകർ ലിഖേ. ഈ കവിതയിൽ ഒരുപാട് തുക്കാന്ത് ശബ്ദങ്ങളുണ്ട്. തുക്കാന്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? റൈമിങ് വേർഡ്സ്. ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്, താര പ്യാര. അപ്പം അതുപോലെ വരുന്ന അടുത്ത എക്സാമ്പിൾ എന്താണ്? രഖ്വാര ഹമാര. അതുപോലെ കുറേ ഉണ്ട് അല്ലേ ഇതിലേ. നമ്മളോട് ഒരെണ്ണമാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളൂ, അതുകൊണ്ട് ഒരെണ്ണം എഴുതാം കേട്ടോ. അപ്പോൾ അതിനൊരു മാർക്കാണ്, ഒരെണ്ണം എഴുതിയാൽ ഒരു മാർക്ക്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഒരു മാച്ച് ദ ഫോളോയിങ്സ് തന്നിട്ടുണ്ട്. 4 എണ്ണം ശരിയായ 4 മാർക്ക് കിട്ടും. അപ്പോൾ ഈ ആക്ടിവിറ്റി നിങ്ങൾക്ക് ടോട്ടൽ എത്ര മാർക്ക് കിട്ടി? 5 മാർക്ക്. അപ്പോൾ ഓരോ ആക്ടിവിറ്റിക്ക് 5 മാർക്ക് വീതമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉത്തരം നോക്കിയേ. സത്യ അഹിംസ ക രഖ്വാര, ബലിദാനോം നെ സംവാര, ജഗ്മഗ് താര, ജാൻസെ പ്യാര ദേശ്. അപ്പോൾ ഇതും നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ ഈ പാസേജ് നന്നായിട്ട് വായിച്ചു കഴിഞ്ഞാൽ ഈ ഓരോ വാക്കിൻ്റെയും അവസാനം എന്താ വരുന്നത് നമുക്ക് തന്നെ കിട്ടും കേട്ടോ. ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കാം. ബാദൽദാനി കവിത കി പങ്ക്തിയാം പടേ ഔർ പ്രശ്നോം കെ ഉത്തർ ലിഖേ. ബാദൽദാനി എന്ന കവിതയിൽ കുറച്ച് വരികൾ തന്നിട്ടുണ്ട്, എന്നിട്ട് ചോദ്യം വായിക്കാം. കവിതാംശ് മേ പാനി കാ സമാൻ അർത്ഥ് വാല ശബ്ദ് കോൺ സാ ഹേ. തന്നിട്ടുള്ള കവിതയിൽ പാനി എന്ന് പറഞ്ഞാൽ എന്താ? വെള്ളം. വെള്ളത്തിന് പകരം വരുന്ന വേറൊരു വാക്ക് ഏതാണ്? ഞാനിവിടെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. എന്താണ്? ജൽ. വെള്ളത്തിന് പകരം പറയുന്ന വേറൊരു വാക്ക് ജൽ. അപ്പോൾ ആൻസർ എന്താണ്? ജൽ. അടുത്തത്, അപ്പോൾ ഇതിനൊരു മാർക്കാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പാനി അമൂല്യ ഹേ. വെള്ളം അമൂല്യമാണ്. സന്ദേശ് ദേത്തെ ഹുയെ പോസ്റ്റർ തയ്യാർ കരേ. പോസ്റ്റർ ചെയ്താൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അല്ലേ. അപ്പോൾ നിങ്ങളുടെ ബുക്കിൽ ഈ പോസ്റ്റർ തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ പാനി അമൂല്യ എന്നൊക്കെ എഴുതി നല്ലൊരു പിക്ചറൊക്കെ വരച്ച്, നിങ്ങൾ ക്രയോൺസൊക്കെ കൊണ്ടുപോയിക്കോളൂ കേട്ടോ. നമുക്ക് ആകാശവും മേഘവും വെള്ളമൊക്കെ വരച്ചിട്ട് ഭൂമി, കയ്യിൻ്റെ അടിയിൽ ഭൂമിയൊക്കെ വരച്ച് ഒരു പൈപ്പിൻ്റെ ചിത്രമൊക്കെ കൊടുത്തിട്ട് നല്ല അടിപൊളിയായിട്ട് നിങ്ങൾ പോസ്റ്റർ വരയ്ക്കുന്നത് എനിക്കറിയാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പോസ്റ്റർ വരയ്ക്കുക. ഞാനിവിടെ ഒരു പോസ്റ്റർ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട്, ഒന്ന് നോക്കിക്കോളൂ. ഓക്കെ മക്കളെ, നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലേക്ക് കടക്കാം. ഗതിവിധി 4, ആക്ടിവിറ്റി 4 ഇവിടെ ഒരു 5 പിക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ 5 പിക്ചർ ഒന്ന് നന്നായിട്ട് നോക്കണം. ഇത് നിങ്ങൾക്ക് പരിചയമുള്ള പിക്ചറാണ് അല്ലേ. ചിത്രകഥ ദേഖെ ഔർ വാക്യോം കോ ക്രമബദ്ധ് കർക്കെ ലിഖേ. ഇത് വളരെ ഈസിയാണ്. അപ്പോൾ ഓരോ ചിത്രം നന്നായി നോക്കിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ചിത്രകഥ ഇതിനെ നമ്മൾ ക്രമത്തിലാക്കണം. ഇവിടെ അടിയിൽ 5 പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. 1, 2, 3, 4, 5 പോയിൻറ്റ്സ്. ഈ 5 പോയിൻറ്റ്സും ക്രമത്തിലാക്കുക. ഈ ചിത്രം നോക്കിയിട്ട് ഇതിൽ 1 എന്നുള്ള ചിത്രത്തിൽ എന്താണ്? ഒരു കുരങ്ങനും ഒരു കൊക്കും കൂടിയിട്ട് വിഷമിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് പറ്റിയ സെൻറ്റൻസ് ഇതിലുണ്ടാ നോക്കുക. നമുക്ക് വായിച്ചു നോക്കാം. എന്താണ്? മൂന്നാമത്തത് എന്താണ്? ബന്ദർ ഔർ ബഗുല പ്യാസെ ബൈട്ടേതേ. കുരങ്ങനും ബഗുലയും ദാഹിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തത് ഇതാണ് വരിക. അപ്പോൾ ഇവിടെ 1 കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ഇതാണ് 1 എന്ന് എഴുതിയിട്ട് ഇതെഴുതണം. ഇനി രണ്ടാമത്തെ എന്താ വരിക? ബില്ലി സെ പൂച്ച ബാദൽ കോ ദേക്കാ ഹേ. എന്നിട്ട് അവർ എന്ത് ചെയ്തു? രണ്ടാമത്തെ ചിത്രത്തിൽ ബില്ലീനെ കണ്ടു. എന്നിട്ട് ബില്ലിയോട് ചോദിച്ചു എവിടെയാണ് മേഘമെന്ന്. അപ്പോൾ മൂന്നാമത്തേൽ എന്താ കാണുന്നത്? ബില്ലി കാണിച്ചു കൊടുക്കുന്നുണ്ട്, അതാ ആ മരത്തിൽ തങ്ങി നിൽക്കുന്നുണ്ട്. നാലാമത്തെ പിക്ചറിൽ എന്താണ്? എല്ലാവരും കൂടിയിട്ട് ഈ മേഘത്തിനെ ആ മരത്തിൻ്റെ മുകളിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നു. അഞ്ചാമത്തേൽ എന്താണ്? മഴ പെയ്യുന്നു, എല്ലാവരും തുള്ളിച്ചാടുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ രണ്ടാമത്തത് ഇവിടെ 2 എന്ന് എഴുതിയിട്ടുണ്ട്. ബില്ലി സെ പൂച്ച ബാദൽ കോ ദേക്കാ ഹേ. മൂന്നാമത്തത് ബില്ലിനെ കഹാ ബാദൽ ബൂഡെ ബബൂൽ മേ ഫസാ ഹേ. പൂച്ച പറഞ്ഞു ആ മേഘം ആ ബൂഡെ ബബൂലിൽ കുടുങ്ങിക്കിടക്കുകയാണ്. നാലാമത്തെ സബിനെ മിൽക്കർ ബാദൽ കോ ബച്ചായ. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് മേഘത്തെ രക്ഷിച്ചു. അഞ്ചാമത്തത് സബ് ഖുഷി സെ നാച്ചിനെ ലഗെ. എല്ലാവരും ഡാൻസ് കളിച്ചു. അപ്പോൾ നിങ്ങൾ ആദ്യം ഈ പോയിൻറ്റ്സ് വായിച്ച് നോക്കുക. എന്നിട്ട് ഈ ചിത്രം നോക്കിയിട്ട് ഓരോ ചിത്രത്തിനും ചേരുന്നത് 1st, 2nd, 3rd, 4th, 5th ആ ഓർഡറിൽ ഇത് എഴുതിയാൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി? 5 മാർക്ക് കിട്ടി. ഒരൊറ്റ പ്രവർത്തനം കൊണ്ട് നിങ്ങൾക്ക് 5 മാർക്ക് കിട്ടി. ഈസി അല്ലേ ഇത്? ഇനി 5ാമത്തെ ആക്ടിവിറ്റി നോക്കാം. ഒരു ചിത്രം തന്നിട്ടുണ്ട്. ചിത്രം നന്നായിട്ട് ശ്രദ്ധിച്ച് നോക്കുക. ചിത്രത്തിൽ ആരൊക്കെ ഉണ്ടെന്നൊക്കെ നോക്കുക. ഓക്കെ, ചോദ്യം വായിക്കാം. ചിത്ര ദേഖെ ഔർ പ്രശ്നോം കെ ഉത്തർ ലിഖേ. ഈ ചിത്രം നോക്കിയിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. ഒന്നാമത്തെ ചോദ്യം,
ചിത്ര കെ കിസി ഏക്ക് ജാൻവർ കാ നാം ലിഖേ. ഈ ചിത്രത്തിലെ ഏതെങ്കിലും ഒരു മൃഗത്തിൻ്റെ പേര് എഴുതാനാണ്. ഈ ചിത്രത്തിൽ ഒരുപാട് മൃഗങ്ങളുണ്ട്. ആരൊക്കെയുണ്ട്? ബന്ദർ, കച്ചുവ, ഗായ്, ബഗുല, അല്ലേ? ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ? അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു മൃഗത്തിൻ്റെ പേര് നിങ്ങൾ എഴുതിയാൽ മതി. നിങ്ങൾക്ക് ഏതാണോ ഈസി ആ മൃഗത്തിൻ്റെ പേര് എഴുതാം. ബന്ദർ എന്ന് എഴുതാം അല്ലേ? ബന്ദർ എന്നാണെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട് അല്ലേ? നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ബന്ദർ എന്നുള്ള വാക്കുണ്ട്. അപ്പോൾ അതങ്ങോട്ട് നോക്കി എഴുതിയാൽ മതി. ഇനി അടുത്തത് ചിത്രയ്ക്ക് ആധാർ പർ വിവരൺ തയ്യാർ കരയും. ഈ ചിത്രത്തിനെ ആധാരമാക്കിക്കൊണ്ട് ഒരു ഡിസ്ക്രിപ്ഷൻ, ഒരു വിവരണം എഴുതിയാൽ മതി കേട്ടോ. ഒരു 4 സെൻറ്റൻസ് അങ്ങോട്ട് എഴുതി വെക്കുക. ഒരു ഹെഡിങ് കൊടുക്കുക കേട്ടോ. ബാരിസിനൊരു ഹെഡിങ് കൊടുക്കുക. പിന്നെ ചിത്രത്തിൽ എന്തൊക്കെയുണ്ടെന്ന് കുറച്ച് സെൻറ്റൻസ് എഴുതി കഴിഞ്ഞാൽ ഇതിനും 5 മാർക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു ആക്ടിവിറ്റിക്ക് എത്ര മാർക്കാണ്? 5 മാർക്ക് കേട്ടോ. അപ്പോൾ അവിടെ ഞാൻ ജസ്റ്റ് അതിൻ്റെ ഉത്തരം ഒന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ മക്കളെ, അടുത്ത ആക്ടിവിറ്റി നോക്കാം. ഇത് വളരെ വളരെ ഈസിയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഇത് ഒരു വർഗ പഹേലിയാണ്. നമ്മൾ പദപ്രശ്നം ചെയ്യാറില്ലേ? അതായത് ഇവിടെ കുറച്ച് പിക്ചർ ഉണ്ട്. ഇവിടെ ആരോ കണ്ടോ? ഈ ആരോ എങ്ങോട്ടുള്ളതാണ്? താഴോട്ടുള്ളതാണ്. അപ്പോൾ താഴോട്ട് എന്തൊക്കെ പിക്ചർ ഉണ്ട്? മീനുണ്ട്, മേഘമുണ്ട്, പിന്നെന്താണ്? മാനുണ്ട് അല്ലേ? അപ്പോൾ അത് 3 എണ്ണം താഴോട്ട് വരുന്നുണ്ട്. പിന്നെ അടുത്തത് വലത്തേ സൈഡിലേക്ക് ദായി ഓർ എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡിലേക്ക് കുരങ്ങനുണ്ട്, പശുവുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ പേരാണ് നമുക്കറിയേണ്ടത്. ഇവരുടെ പേരിതാ ഇവിടെ ഒരു വട്ടത്തിൻ്റെ ഉള്ളിൽ ഇവരുടെ പേരൊക്കെ ഉണ്ട്. എന്തൊക്കെ എഴുതിയേക്കണ്? മച്ചലി, മച്ചിലി എന്ന് പറഞ്ഞാൽ മീൻ, ബാദൽ എന്ന് പറഞ്ഞാൽ മേഘം, ബന്ദർ കുരങ്ങൻ, ഗായ് പശു, ഹിരൺ മാൻ. അപ്പോൾ എഴുതാനുള്ള സംഭവമൊക്കെ ഈ വട്ടത്തിലുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിൽ ഈ ബോക്സിനകത്ത് ഓരോ നമ്പറിൽ എഴുതി വെക്കുക. അപ്പോൾ ഒന്നാമത്തെ മീനിന് എന്താ പറയുക? മച്ചലി, മച്ചലി. രണ്ടാമത്തെ താഴോട്ട് എന്താണ്? മേഘം, ബാദൽ. മൂന്നാമത്തെ താഴോട്ട് മാനിന് എന്താ പറയുക? ഹിരൺ. അതേപോലെ ഇവിടെ കുരങ്ങൻ്റെ നമ്പർ എത്രയാണ്? 4. അപ്പോൾ 4 വലത്തോട്ട് എന്താണ്? ബന്ദർ. ഇനി അടുത്തത് 5 വലത്തോട്ട് എന്താണ്? ഗായ്. ഈസി അല്ലേ മക്കളെ? ഇതെല്ലാവർക്കും 5 മാർക്ക് കിട്ടും. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5 മാർക്ക് കിട്ടും. അപ്പോൾ നിങ്ങളിപ്പോൾ എന്തായി? എല്ലാ വർക്ക്ഷീറ്റും വളരെ ഈസിയാണ്. 25 മാർക്ക് കിട്ടില്ലേ? അപ്പോൾ 6ാം ക്ലാസ്സിലെ ഹിന്ദി പരീക്ഷ എഴുതുന്ന എല്ലാ കൂട്ടുകാർക്കും നിങ്ങൾ നന്നായിട്ട് പരീക്ഷ എഴുതുക. എല്ലാവർക്കും ഫുൾ മാർക്ക് കിട്ടട്ടെ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടവരെ നിങ്ങൾക്ക് പരീക്ഷയുടെ മാർക്ക് എനിക്കൊന്ന് കമൻറ്റ് ചെയ്ത് അയക്കുമോ? ഓക്കെ, താങ്ക് യു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ ബൈ.